വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. നമ്മളിപ്പോൾ എങ്ങോട്ടേക്കാണ് രാഹുൽ സുരേഷ് പോകുന്നത്? നമ്മള് ജംഗോ സ്പേസിന്റെ ഒരു ഇന്റർവ്യൂവിന് പോവാണ്. ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യത്തെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. രാഹുൽ സുരേഷ് ഇതിനു മുമ്പ് ഒറ്റയ്ക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഫസ്റ്റ് ടൈം ആണ്. ഞാൻ ഇതിനു മുമ്പ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ ഏഷ്യാനെറ്റ് പൊങ്കാല ആ ഒരു ടൈമിൽ ഏഷ്യാനെറ്റിന്റെ ചെറിയ ഒരു ബൈറ്റ് പോലെ, ഇന്റർവ്യൂ അല്ല, അങ്ങനെ ചെറിയൊരു ബൈറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വേറെ ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്, ഒരുമിച്ചുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. എന്താണ് രാഹുൽ സുരേഷിനെ ഫീൽ ചെയ്യുന്നത്? ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ മണ്ടത്തിലൊന്നും വിളിച്ച് പറയരുതെന്ന് ഞാൻ കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എളമക്കരയാണ് നമുക്ക് സ്ഥലം വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം ഞാൻ മറ്റേ പ്രേതം പോലെ നിൽക്കുകയായിരുന്നു. വൈറ്റ് ഇതില് തല മാത്രം, അത് നടക്കില്ലത്. സുരേഷ് വൈറ്റ് ഷർട്ടും ബ്ലൂ പാൻറ്റും ഇട്ടിട്ട് ഗ്ലാമറായിട്ട് ഇന്നലെയൊക്കെ പോയി ഗ്രൂം ചെയ്ത് സെറ്റ് ആയിരിക്കുകയാണ്. അതെ അതെ, ഇങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നേ. രാജശേഷം വ്ളോഗ് എടുക്കാണേ. നീ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇങ്ങോട്ട് എന്തോ ഒരു പണി. എന്താ കൊടുക്കണ്ടേ ഇവർക്ക്? പ്രപ്പോസൽസ് നല്ലായിരിക്കും. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ചെയ്യാനായിരുന്നു. ഞാനാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കിന് ഇവിടെ ഓൾറെഡി നാലെണ്ണം. ഓ, കുറച്ചോ നീ വെയിറ്റ് കൂടുന്നു. എനിക്കറിയില്ല, നിന്റെ അല്ല ഇപ്പൊ എന്താ പറയാ. കൊള്ളാം നവനീത് കൃഷ്ണ. 1.5 മണിക്കൂറുണ്ടായിരുന്നു. ഇവളാണ് സ്നേഹ എന്ന് പറഞ്ഞ ഇവളാണ്. അല്ല, അതെ അതെ, ഇവള് ചില തുടങ്ങിട്ട് നിർത്തലടാവേ. കലയെന്ന് എരച്ചോണ്ടിരിക്കുക. ഇന്റർവ്യൂല് എന്റെ ചെവിയുടെ പകുതി ഇല്ലില്ല. ഞാൻ കുറച്ചിങ്ങനെ അസ്വസ്ഥനാണോ. ഗൈസ്, അപ്പൊ ഞങ്ങളുടെ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ് ജാങ്കോ സ്പേസ് ആയിട്ടുള്ളത്. അവൻ നവനീത് കൃഷ്ണനായിട്ട് കോളിലാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ നമ്മുടെ ജാങ്കോ സ്പേസിന്റെ രാഹുൽ സുരേഷ് ഞാൻ വീഡിയോ എടുക്കുകയാണെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറയാതെ വീഡിയോ എടുക്കില്ല. രാഹുൽ സുരേഷ് അമ്മയുടെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ ചിരിക്കണം എന്നൊക്കെ ഞാനിടും രാഹുൽ. ഇത് ഇവൻ
അപ്പൊ മാപ്പിട് ആദ്യം. അല്ല ഞാൻ എന്തിനാ നിന്റെ ഫോണിലല്ലേ മാപ്പ്? നിന്റെ വീടിന്റെ എടോ ഇവിടുന്ന് ആ ഹൈവേയിലേക്ക് ഇറങ്ങണവരെങ്കിലും മാപ്പിട്. എന്താ ഇടേണ്ടത്? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ പൊളിച്ചു, തകർത്തു, നമ്മള് തിമിർത്തു. സ്നേഹയാണ് നമ്മുടെ ഇന്റർവ്യൂ എടുത്തത്. ഓക്കേ. She was very friendly and very pretty. She is very pretty and very friendly. നല്ല അടിപൊളി മീനിങ്ഫുൾ ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ ആക്ച്വലി എന്നോട് ഇത് ചോദിച്ചിരുന്നെങ്കിൽ എനിക്കിത് പറയാമായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച കുറെ ചോദ്യങ്ങൾ തന്നെ സ്നേഹം ഇങ്ങോട്ട് ചോദിച്ചു. അത് അടിപൊളിയായിരുന്നു. അതിനെല്ലാം ഉത്തരം പറയാൻ പറ്റി. നല്ല ഫണ്ണായിരുന്നു. സത്യം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. 1.5 മണിക്കൂർ എന്താ ഇന്റർവ്യൂ അങ്ങനെ തന്നെ. ജനിച്ചു വിടുന്ന ഇന്റർവ്യൂ പുറത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്കറിയാം. പക്ഷെ നല്ല രസമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ചെറിയൊരു കുട്ടി ബ്ലോഗ്. പ്രത്യേകിച്ച് അവിടെ പോയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അതിനിടയിൽ അവിടെ ഒരാളുടെ യാത്രയൊക്കെ നമ്മൾ കേക്ക് ആദർശേട്ടന്റെ സെൻഡ് ഓഫ് ആയിരുന്നു. അപ്പൊ ചേട്ടന് വേണ്ടി എല്ലാരും കേക്കൊക്കെ മുറിച്ചൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റി. നല്ല കേക്ക്, അടിപൊളി കേക്കായിരുന്നു. ചേട്ടന് ബൈയൊക്കെ പറഞ്ഞു. ഞങ്ങള് വഴി അറിയാതെ കൃഷ്ണേറിനെ മാപ്പ് ഇടാൻ പറഞ്ഞു. അതുകൊണ്ട് നിന്റെ ഫോണില് മാപ്പ് ഇട്ടോടെ. ഞാൻ എന്റെ ഫോണില് വ്ലോഗ് എടുക്കല്ലേ. ശരിടാ, എങ്ങോട്ടോ പോവാണ്. ഇത് ഇടും. പുക പരിശോധിക്കാൻ എന്തായാലും ഉണ്ടായാൽ മതി. ഷെയ്ക്ക് ഉണ്ട് രാഹുൽ, മാംഗോ ഷെയ്ക്ക് കുടിക്കാം. കാണാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഫുഡ് നമ്മളൊരു ഷവർമ റോളും ഞാനൊരു മാംഗോ ഷേക്കും കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ രാഹുൽ സുരേഷ് വാഷ്റൂം പോയിരിക്കുകയാണ്. ഞാൻ കാറി കയറി വെയിറ്റ് ചെയ്യാണ്. ഇനി അവൻ അതിൻ്റെ ഉള്ളിലങ്ങ് കയറി എന്നെ തപ്പുന്നുണ്ടോയെന്ന് അറിയില്ല. അവൻ ശരിയാണ് തമ്പി. ഫേസിൽ നിറയെ പിമ്പിൾ വന്ന് എനിക്ക് ഭയങ്കര സങ്കടം. പിമ്പിൾസ് വരുമ്പോൾ എനിക്ക് ഇത്ര വലിയ സങ്കടം വരാറില്ല. പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര വിഷമം. പിമ്പിളൊക്കെ നാച്ചുറലാണ്, ഓക്കെയാണ്. ഇതുവരെ പിമ്പിൾസ് വന്നതിന് എനിക്ക് വരുന്നുണ്ടല്ലോ. പക്ഷെ ഇപ്പം പിമ്പിള് ഭയങ്കര ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂട്യൂബിൽ അങ്ങ് വീഡിയോ വരുന്ന സമയത്ത് ഈ ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും എനിക്ക് ഒന്നൊരു സുഖമില്ല. ഐ ആം നോട്ട് ഹാപ്പി. എന്താ റീസൺ സംഭവമൊന്നും അറിയില്ല. പിന്നെ എനിക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ഒരാളാണ്. ഇവിടെ ആരുമില്ലല്ലോ അല്ലേ. അപ്പം അതിൻ്റെയൊക്കെ ചിലപ്പോൾ ആയിരിക്കും. അതുകൊണ്ടാണ് വിഷമിക്കാൻ ഓരോരോ കാരണങ്ങൾ. പിമ്പിള് കണ്ടിട്ടാണ് ഇപ്പോൾ വിഷമിക്കുന്നത്. വരുന്നു സാർ. ഞാൻ കീ ഓപ്പൺ ആക്കിയാണ്. കേറി ഇരിക്കുകയായിരുന്നു. ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല ഇരിക്കുന്നത്.